ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പോർട്സ് ടെർമിനോളജിയാണ്. നമ്മൾ നേരത്തെ തന്നെ ഒരു ക്ലാസ്സിൽ സ്പോർട്സ് ടെർമിനോളജിയുടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ക്ലാസ് 2 ആണ്. നേരത്തെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച് കണ്ടിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടേംസ് ഒക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ വീഡിയോ വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ടേംസ് ആയിട്ട് പഠിക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ ടേം ഡ്രിബിൾ ഈസ് യൂസ്ഡ് ഇൻ വിച്ച് സ്പോർട്ട്? ഡ്രിബിൾ എന്ന് പറയുന്ന ടേം ഏത് സ്പോർട്ടുമായി റിലേറ്റഡ് ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക, ടേം എന്താണ്? ഡ്രിബിൾ എന്നുള്ളതാണ് നമ്മുടെ ടേം. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ഈസ് ഹോക്കി, ഓപ്ഷൻ ബി ബാഡ്മിൻ്റൺ, ഓപ്ഷൻ സി ബാസ്കറ്റ് ബോൾ ആൻഡ് ഓപ്ഷൻ ഡി ഗോൾഫ് ആണ്. അപ്പോൾ ഡ്രിബിൾ ഏതുമായി റിലേറ്റഡ് ആയിരിക്കും? ഡ്രിബിൾ ഇസ് റിലേറ്റഡ് വിത്ത് ഓപ്ഷൻ സി ബാസ്കറ്റ് ബോൾ. ഡ്രിബിൾ എന്ന് പറയുന്ന ടേം ബാസ്കറ്റ് ബോളുമായിട്ട് റിലേറ്റഡ് ആണ്. ഇനി ബാസ്കറ്റ് ബോളിലെ കുറച്ച് വേറെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് നോക്കാം. ഡങ്ക് ഷോട്ട് ഉണ്ട്, ഫ്രീ ത്രോ, ഡങ്ക് ഷോട്ട്, ഫ്രീ ത്രോ, അതുപോലെ തന്നെ ഷൂട്ടിംഗ് ഗാർഡ് ഉണ്ട്, ആൻഡ് പിവറ്റിംഗ്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒന്നുകൂടെ നമുക്ക് പറയാം. ഇവിടെ നമുക്ക് ഡ്രിബിൾ എന്ന് പറയുന്ന ടേം ഉണ്ട്. അപ്പോൾ ഡ്രിബിൾ ഉണ്ട്, ഡങ്ക് ഷോട്ട് ഉണ്ട്, ഫ്രീ ത്രോ, ഷൂട്ടിംഗ് ഗാർഡ് ആൻഡ് പിവറ്റിംഗ്. ഇത്രയും കാര്യങ്ങളാണ് എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത്? ബാസ്കറ്റ് ബോളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. നമുക്ക് ഒന്നും കൂടെ പറയാം. എന്തൊക്കെയാണ് പറഞ്ഞത്? ഡങ്ക് ഷോട്ട് പറഞ്ഞു, ഫ്രീ ത്രോ, ഷൂട്ടിംഗ് ഗാർഡ്, പിവറ്റിംഗ്, അതുപോലെ തന്നെ ഇവിടെ എന്താ ഉണ്ടായിരുന്നത്? ഡ്രിബിൾ. അപ്പോൾ നമ്മൾ ഇത്രയും വേർഡ്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബാസ്കറ്റ് ബോളിൽ വരുന്നത്. നമ്മൾ കപ്പ് നോക്കുകയാണെങ്കിൽ വില്യം ജോൺസ് കപ്പ് ഏതുമായിട്ട് റിലേറ്റഡ് ആണ്? ബാസ്കറ്റ് ബോളുമായിട്ട് റിലേറ്റഡ് ആണ്. വില്യം ജോൺസ് കപ്പ് ബാസ്കറ്റ് ബോളുമായിട്ട് റിലേറ്റഡ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ ടേം ലോണ ഈസ് യൂസ്ഡ് ഇൻ വിച്ച് സ്പോർട്ട്? ലോണ എന്ന് പറയുന്ന ടേം ഏത് സ്പോർട്ടുമായി റിലേറ്റഡ് ആയിരിക്കുന്നു? എന്താണ് നമ്മുടെ ടേം? ലോണ ആണ് നമ്മുടെ ടേം. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ഹോക്കി, ഓപ്ഷൻ ബി ബാഡ്മിൻ്റൺ, ഓപ്ഷൻ സി ബാസ്കറ്റ് ബോൾ ആൻഡ് ഓപ്ഷൻ ഡി കബഡി. അപ്പോൾ ലോണ ഏതുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും? ലോണ ഇസ് റിലേറ്റഡ് വിത്ത് ഓപ്ഷൻ ഡി കബഡി. കബഡിയുമായിട്ട് റിലേറ്റഡ് ആയ ടേം ആണ് ഏത്? ലോണ. അതുപോലെ തന്നെ കബഡിയിലെ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ്. ആദ്യത്തെ റെയ്ഡർ ആൻഡ് ഓൾ ഔട്ട്. അപ്പോൾ എന്തൊക്കെ നമ്മൾ പഠിച്ചു? ലോണയുണ്ട്, റെയ്ഡർ ആൻഡ് ഓൾ ഔട്ട്. 3 ടേംസ് ആണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കബഡിയിൽ പഠിച്ചത്. ഏതൊക്കെയാണ് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ലോണ, റെയ്ഡർ, ഓൾ ഔട്ട്. ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കബഡിയിൽ വരുന്ന ടേംസ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ ടേം നോക്കൗട്ട് ഈസ് യൂസ്ഡ് ഇൻ വിച്ച് സ്പോർട്ട്? നോക്കൗട്ട് എന്ന് പറയുന്ന ടേം ഏത് സ്പോർട്സുമായി റിലേറ്റഡ് ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ ടേം എന്താണ്? നോക്കൗട്ട് ആണ്. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ഈസ് ബോക്സിംഗ്, ഓപ്ഷൻ ബി ഈസ് ബാഡ്മിൻ്റൺ, ഓപ്ഷൻ സി ഈസ് ബാസ്കറ്റ് ബോൾ ആൻഡ് ഓപ്ഷൻ ഡി ഈസ് ഗോൾഫ്. അപ്പോൾ നമ്മുടെ നോക്കൗട്ട് എന്ന് പറയുന്നത് ഏത് സ്പോർട്ടുമായി റിലേറ്റഡ് ആയിരിക്കും? നോക്കൗട്ട് ഇസ് റിലേറ്റഡ് വിത്ത് ബോക്സിംഗ്. ബോക്സിംഗുമായി റിലേറ്റഡ് ആണ് ഏത്? നോക്കൗട്ട്. ഇനി ബോക്സിങ്ങിൻ്റെ വേറെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ നോക്കൗട്ട് പഠിച്ചു. അപ്പോൾ ഹുക്ക് ഉണ്ട്, ഹുക്ക്, പഞ്ച്, നോക്കൗട്ട്, ജാബ് ആൻഡ് അപ്പർ കട്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ബോക്സിങ്ങുമായി റിലേറ്റഡ് ആണ് ഹൂക്ക്, പഞ്ച്, നോക്കൗട്ട്, ജാബ്, അപ്പർ കട്ട്. ഒന്നും കൂടെ പറയാം. ഹൂക്ക്, പഞ്ച്, നോക്കൗട്ട്, ജാബ്, അപ്പർ കട്ട്. ഇത് എല്ലാം ഏതുമായിട്ട് റിലേറ്റഡ് ആണ്? ബോക്സിങ്ങുമായിട്ട് റിലേറ്റഡ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ ട്വിഡിൽ ഔട്ട് ഈസ് യൂസ്ഡ് ഇൻ വിച്ച് സ്പോർട്ട്? ട്വിഡിൽ ഔട്ട് എന്ന് പറയുന്നത് ഏത് സ്പോർട്ടുമായി റിലേറ്റഡ് ആണ്? ട്വിഡിൽ ഔട്ട് ഏത് സ്പോർട്ടുമായിട്ട് റിലേറ്റഡ് ആണ്? ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ഫുട്ബോൾ ആണ്, ഓപ്ഷൻ ബി ടേബിൾ ടെന്നീസ്, ഓപ്ഷൻ സി ബാസ്കറ്റ് ബോൾ ആൻഡ് ഓപ്ഷൻ ഡി ഗോൾഫ്. ട്വിഡിൽ ഔട്ട് ഏതുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും? ട്വിഡിൽ ഔട്ട് ഇസ് റിലേറ്റഡ് വിത്ത് ടേബിൾ ടെന്നീസ്. ട്വിഡിൽ ഔട്ട് ഇസ് റിലേറ്റഡ് വിത്ത് ടേബിൾ ടെന്നീസ്. ട്വിഡിൽ ഔട്ട്, ടേബിൾ ടെന്നീസ്. ഒരു റൈമിംഗ് പോലെ ഇല്ലേ? ട്വിഡിൽ ഔട്ട്, ടേബിൾ ടെന്നീസ്. അടുത്തത്. ദ ബ്രസ്റ്റ് സ്ട്രോക്ക് ഈസ് യൂസ്ഡ് ഇൻ വിച്ച് സ്പോർട്ട്? ബ്രസ്റ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഏത് സ്പോർട്ടുമായി റിലേറ്റഡ് ആണ്? നമ്മുടെ ടേം എന്താണ്? ബ്രസ്റ്റ് സ്ട്രോക്ക് ആണ്. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ഈസ് ക്രിക്കറ്റ്, ഓപ്ഷൻ ബി ഈസ് ബാഡ്മിൻ്റൺ, ഓപ്ഷൻ സി ഈസ് സ്വിമ്മിങ് ആൻഡ് ഓപ്ഷൻ ഡി ഈസ് ഗോൾഫ്. അപ്പോൾ ബ്രസ്റ്റ് സ്ട്രോക്ക് ഏതുമായിട്ട് റിലേറ്റഡ് ആണ്? ബ്രസ്റ്റ് സ്ട്രോക്ക് ഇസ് റിലേറ്റഡ് വിത്ത് ഓപ്ഷൻ സി സ്വിമ്മിങ്. സ്വിമ്മിങ്ങുമായി റിലേറ്റഡ് ആണ് ഏത്? ബ്രസ്റ്റ് സ്ട്രോക്ക്, സ്വിമ്മിങ്. ഇനി സ്വിമ്മിങ്ങിലെ വേറെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് നോക്കുകയാണെങ്കിൽ ബാക്ക് സ്ട്രോക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞത് ബ്രസ്റ്റ് സ്ട്രോക്ക്, പിന്നെ വരുന്ന ഏതാണ്? ബാക്ക് സ്ട്രോക്ക്, ഡക്ക്, ലാപ്പ്, ലെയിൻ ആൻഡ് ലൈൻ. അപ്പോൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞു? ബ്രസ്റ്റ് സ്ട്രോക്ക്, ബാക്ക് സ്ട്രോക്ക്, ഡക്ക്, ലാപ്പ്, ലെയിൻ ആൻഡ് ലെയിൻ ആൻഡ് ലൈൻ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു എന്ന് ഒന്നുകൂടെ നോക്കാം. ബ്രസ്റ്റ് സ്ട്രോക്ക്, ബാക്ക് സ്ട്രോക്ക്, ഡക്ക്, ലാപ്പ്, ലെയിൻ ആൻഡ് ലൈൻ.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തുമായി റിലേറ്റഡ് ആയിട്ട് വരുന്നു? സ്വിമ്മിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്